ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഉറുമ്പ് വീട്ടിൽ വന്നാൽ ധനലബ്ധി ഉണ്ടാകും. ഇതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കണ്ടന്റ് ഈ ചാനലിലുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ അസ്ട്രോളജിക്കലി ഡീകോഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്, പലതും പ്രമാണ സഹിതം. അപ്പോൾ ഇന്നത്തെ വിഷയം ഉറുമ്പ് വന്നാൽ ധനാഗമനം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഹോരാശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, രാശി പ്രഭേദോ ഗ്രഹയോ നിഭേദോ വിയോനി ജന്മോദ നിഷേകാലേ ജന്മോദ സദ്യോത്മരണം തഥായു ദശാവിഭാഗേ അഷ്ടവർഗ സജ്ഞ എന്ന് പറയുന്ന പ്രമാണം വെച്ചിട്ട് രാശി ഗ്രഹം രാശികളുടെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രം ഇവയുടെയൊക്കെ കാരകത്വം ഉപയോഗിച്ചുകൊണ്ടാണ്, ഇതിനെ ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫലം പറയുന്നത്. എന്നാൽ റിവേഴ്സ് അസ്ട്രോളജിയിൽ ജന്തുക്കള്, സസ്യങ്ങള്, പറവകള്, മനുഷ്യര്, അതുപോലെ തന്നെ വിവിധ തരം മനുഷ്യര്, പിന്നെ കടലിലുള്ള ജീവജാലങ്ങള്, ഇങ്ങനെ ഭൂമിയിലുള്ള സസ്യജന്തു മൃഗാദികൾ, സസ്യ ജന്തുക്കളുടെയും മനുഷ്യന്റെയൊക്കെ കാരകത്വം എന്ന് പറഞ്ഞാൽ എനർജി ലെവലിനെ ഗ്രഹങ്ങളുടേതായി കൽപ്പിച്ചിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാരകത്വത്തെ ജീവിതത്തിൽ ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നതാണ് ഉദ്ദേശം. അതായത് പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെ റിവേഴ്സ് അസ്ട്രോളജി ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ജീവിയുടെ കാരകത്വം പോസിറ്റീവ് ആണെങ്കിൽ ആ ജീവി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായ എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. കാരണം ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് കാരകത്വ എന്നുള്ളത് ഞാൻ മുന്നേ പല വീഡിയോകളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. ശുക്രന്റെ ഒക്കെ കാരകത്വം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട്, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മുന്നേറ്റുള്ള വീഡിയോകൾ പോയി നോക്കണം നിങ്ങൾ. അപ്പോൾ ഇവിടെ ശുക്രന്റെ കാരകത്വമുള്ള ഒരു ജീവി വീട്ടിൽ വന്നാൽ ധനം വരുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. എന്തുകൊണ്ടാണ് ഉറുമ്പിനെ ശുക്രനായിട്ട് പറയുന്നത്? എല്ലാ ഉറുമ്പും അല്ല കേട്ടോ, കാക്കുറുമ്പ്, കാപ്പി കളറിലേക്ക് ഉറുമ്പ്. ഈ ഉറുമ്പ് കടിക്കത്തില്ല സാധാരണ. മാത്രമല്ല ഈ ഉറുമ്പ് അതിന്റെ കൂട്ടില് ധാന്യമണികൾ കൊണ്ട് സമ്പാദിച്ചു വെക്കും. അപ്പൊ സമ്പാദ്യശീലം കാണിക്കുന്നത് കൊണ്ട് അതിനെ ശുക്രൻ, പണം, മഹാലക്ഷ്മി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന് കുറെ കാരണങ്ങളുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ ശുക്രന്റെ എനർജിയാണ് ഈ ഉറുമ്പിന്. അങ്ങനെ ഉള്ള ഉറുമ്പ് നമ്മുടെ വീട്ടിൽ വന്നാൽ ശുക്രന്റെ എനർജി അവിടെ നിറഞ്ഞിരിക്കുമ്പോൾ ആ എനർജിക്ക് തുല്യമായിട്ടുള്ള ധനം, സൗഭാഗ്യം ഒക്കെ വീട്ടിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നു ആളുകൾ. അപ്പൊ കാരകത്വത്തെ ഡീകോഡ് ചെയ്ത് പറയുന്നതാണ്. ഇപ്പൊ കാക്ക വന്നു കഴിഞ്ഞാൽ ശനിയുടെ കാരകത്വം വന്നുകൊണ്ട് ശനി ദോഷം ഉണ്ടായേക്കാവുന്ന ചിലവര്, ശനി അനുകൂലമായേക്കാവുന്ന മറ്റു ചിലര്. അപ്പൊ ഇത് കാരകത്വം ആ ഗ്രഹത്തിന്റെ ആണ്, ആ ഗ്രഹത്തിന്റെ എനർജി ഉള്ള ഒരു വസ്തുവാണ് വീട്ടിലേക്ക് വന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. ഇവിടെ ഉറുമ്പ് വീട്ടിൽ വന്നു എങ്കിൽ ശുക്രന്റെ കാരകത്വം വീട്ടിൽ വന്നു. അപ്പോൾ ധനം ഉണ്ടാവുമെന്ന് ഉദ്ദേശിക്കുന്നത് ശുക്രൻ ധനത്തിന്റെ കാരകനാണ്, അതുകൊണ്ട് ധനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, കടിയൻ ഉറുമ്പുണ്ട്, ചുവന്ന കടിയൻ ഉറുമ്പ്. അത് ശുക്രന്റെ കാരകത്വമല്ല, ചൊവ്വയുടെ കാരകത്വം കുജനാണ്. അപ്പൊ കുജന്റെ കാരകത്വമുള്ള സാധനം വീട്ടിൽ വന്ന എന്തായിരിക്കും ഉണ്ടാവേണ്ടത്? കലഹം, രോഗം എന്ന് പറഞ്ഞാൽ വീഴ്ചകളൊക്കെ കേട്ടാ, ദേഷ്യം, കേസുകള്, എന്തിനും കടം, രോഗങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കുജന്റെ കാരകത്വമാണ്. അപ്പൊ അത് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണോ? ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, കാരകത്വമുള്ള ഒരു വസ്തു വീട്ടിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വന്നെന്നില്ല. കാരണം ഈ ചൊവ്വ എത്രാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. ശുക്രൻ എത്രാം ഭാവത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ശുക്രന്റെ കാരകത്വം വന്ന് ഇപ്പൊ തന്നെ ധനം ഉണ്ടാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, മേഷലഗ്നക്കാരനെ കന്നി രാശിയിൽ ശുക്രൻ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. മേഷലഗ്നക്കാരന് കന്നി രാശിയിൽ ശുക്രൻ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇത് 6ാം ഭാവത്തിലാണ് നിൽക്കണത്. ശുക്രനോട്ട് ഒരു ബലവുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ 6ൽ നിൽക്കുന്ന ശുക്രൻ പ്രശ്നമാണ്. 6ാം ഭാവത്തിന്റെ ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞാൽ ശത്രുദോഷം നല്ലോണം വരും.
മറ്റുള്ള ആൾക്കാർ നമ്മളെ വെറുക്കുകയും ശത്രുദോഷവും കലഹവും രോഗവും മെന്റൽ സ്ട്രെയിനും കേസും വഴക്കും ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വരിക. അപ്പോൾ 6, 8, 12 ശുക്രൻ നിൽക്കുന്ന ജാതകമാണ് ഇങ്ങനെയൊക്കെ വന്നെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗുണമല്ല ഉണ്ടാവുക, ചിലപ്പോൾ ദോഷം ഉണ്ടായിരിക്കും. അപ്പൊ ഉറുമ്പ് വന്നെന്ന് വെച്ചിട്ട് ധനം ഉണ്ടാവുമോ? എന്നിട്ട് അതെ, നിങ്ങൾ വീട് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഉറുമ്പ് മാത്രമല്ല വരിക, പല്ലി, പാറ്റ, പഴുതാര, എട്ടുകാലി, എന്തിന് എലി, ഇങ്ങനെയുള്ള സകല സാധനങ്ങളും വന്ന് കയറും. അതുകൊണ്ട് ഞാൻ അടുപ്പിച്ച് പറയാനുള്ള, വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. നിങ്ങൾ ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് ക്ലീൻലിനെസ് അഥവാ ക്ലീൻ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ ക്ലീൻ ആയിട്ട് ഇട്ട സ്ഥലത്ത് ഈ വക സാധനങ്ങളൊന്നും വരത്തില്ലല്ലോ. ഇനി ക്ലീൻ ആയിട്ട് ഇട്ടിട്ടും ഇങ്ങനെ കാക്കുറുമ്പൊക്കെ മുട്ട ഇടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മുകളിലേക്ക് ഒക്കെ വരിക, അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും ചെറിയ വൈബ്രേഷൻ ഉണ്ടാകുമ്പോഴൊക്കെ മുകളിലേക്ക് വന്നത് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇത് പോസിറ്റീവായിട്ട് എടുത്തോളാൻ പറഞ്ഞ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സൈൻ കൊടുക്കുന്നത് മാതിരിയാണ് ഇത്. നെഗറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇത് പോസിറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വരട്ടെ എന്നും വിചാരിച്ചിട്ടും ഇത്തരത്തിൽ പറഞ്ഞു വെച്ചതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ശുക്രന്റെ കാരകത്വമായിട്ടുള്ള ഒരു വസ്തു വീട്ടിലേക്ക് വന്നതുകൊണ്ട് മാത്രം നമുക്ക് പണം ഉണ്ടാവണമെന്നില്ല. അത് ജാതകപ്രകാരം പോസിറ്റീവായ സ്ഥാനത്തായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേഷലഗ്നക്കാർക്ക് ചൊവ്വായുടെ കാരകത്തുള്ള ഉറുമ്പ് വന്നാലും ലഗ്നത്തിൽ ആക്ടിവേറ്റ് ചെയ്യുക അത് നല്ലതാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ വക പ്ലെയിൻ ആയിട്ട് ഇന്ന വസ്തു വീട്ടിൽ വന്നെന്ന് വിചാരിച്ചിട്ട് ജ്യോതിഷപരമായിട്ട് അത് പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ശുക്രൻ ഒരു ശുഭഗ്രഹമായതുകൊണ്ട് വലിയ ദുരിതം ഉണ്ടാക്കൂല എന്നുള്ള ചിന്ത, വ്യാഴം, ബുധൻ, ശുക്രനൊക്കെ ദുരിതങ്ങൾ കൂടുതൽ ഉണ്ടാക്കൂല എന്നുള്ള ചിന്ത ആളുകൾക്കുള്ളത് കൊണ്ടും ഇങ്ങനെ വന്നാൽ പണം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നത്, പണിയെടുക്കാതെ പണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇവ കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് പണം ഉണ്ടാവും, ലോട്ടറി അടിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് വളരെ വളരെ നല്ല കാര്യം അല്ല. ഞാൻ വേറൊരു വാക്ക് പറയാന്ന് വിചാരിച്ചത്. എന്തായാലും ലോട്ടറി ഒക്കെ അടിക്കണേ അടിക്കട്ടെ, ഭാഗ്യം അത്തരത്തിൽ ലോട്ടറി അടിച്ചോ ആരെങ്കിലും സഹായിച്ചോ ഒക്കെ ഭാഗ്യം വന്നെങ്കിൽ വരട്ടെ, അതിനിത് കാണിക്കെങ്കിൽ. പക്ഷെ നിങ്ങൾ പണിയെടുക്കാതിരിക്കുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നല്ല കാര്യമല്ല. നല്ലവണ്ണം പണിയെടുക്കുക. ഇനി ഇതിപ്പോ ഞാൻ പണിയെടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, പോയി പണിയെടുക്കടേ എന്ന് നിങ്ങൾ എന്നോട് പറയുമെങ്കിൽ ഇതൊക്കെ തന്നെയാണ് എന്റെ പണി. മാത്രം കൊടുക്കുക. ഇതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് അന്ധവിശ്വാസത്തിൽ മുഴുകി പണം വരുമെന്ന് കാത്തിരിക്കുന്നവർക്ക് നിരാശയായിരിക്കും ഫലം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യശ്വരായ നമഃ.